ഗൈസ്, ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന വെച്ചൊരു വീഡിയോ ആണ്. ഇന്നാണ് എനിക്ക് അതിനുള്ളൊരു സമയവും സന്ദർഭവും കിട്ടിയത്. ഇനിയെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ഒരു തോട്ടിലെത്തിയതുകൊണ്ടാണ്. ഒരുപാട് പേര് റിക്വസ്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് കമൻസിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് പേർക്ക് എൻ്റെ സെയിം തോട്ട്സ് ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. ഈ വീഡിയോ ഞാൻ ഈ നടനായിട്ട് സമർപ്പിക്കുന്നതാണ്. ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആക്ഷൻ സ്റ്റാർ ഓഫ് ഇന്ത്യ, വിദ്യുത് ജാംവാൽ. നിങ്ങൾ എത്ര പേര് ഈ നടനെ അറിയുന്ന പോലെ എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ തുപ്പാക്കി എന്ന സിനിമ കണ്ടിട്ടുണ്ട്. ഈ നടൻ എന്തായാലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സിനിമ അല്ല പുള്ളിയുടെ ആദ്യത്തെ പടം. ഫസ്റ്റ് പടം ഫോഴ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഫോഴ്സിലെ വില്ലനായിട്ട് ജോൺ അബ്രഹാമിൻ്റെ ഒപ്പത്തിനൊപ്പം വേറെ ലെവലില് സിനിമയിലേക്ക് വന്ന ഒരു നടനാണ്. എത്ര പേർക്ക് ഈ കാര്യം കൂടി അറിയുമെന്നറിയില്ല. പുള്ളി പാലക്കാട് സ്വന്തം അമ്മയുടെ അടുത്തുനിന്ന് കളരിപ്പയറ്റ് പഠിച്ച് കളരിപ്പയറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിന്ന ഒരാളാണ്. ഇത് പറയുമ്പോൾ എനിക്കൊരു രോമാഞ്ചം തന്നെയാണ്. പക്ഷേ ഉണ്ടല്ല, ഈ നടന് വേണ്ടത്ര അംഗീകാരം ആസ് എൻ ആക്ഷൻ സ്റ്റാർ പോലും കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. 22 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അതായത് കമാൻഡോ എന്ന് പറഞ്ഞ 1 എന്ന് പറഞ്ഞ സിനിമ മാത്രം കണ്ടാൽ മതി എന്താണ് ഈ മനുഷ്യൻ്റെ റേഞ്ച് എന്ന് മനസ്സിലാകും. ഇപ്പം ആ മനുഷ്യന് ഇക്കൊല്ലം 43 വയസ്സായി. ഇവിടെ ഓരോ നടന്മാര് ഇത്ര വയസ്സെത്തുമ്പോൾ ഇന്നത് കാണിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് പറയാറുണ്ട്, ഈ വയസ്സിൽ ഇത് ചെയ്തല്ലോ എന്ന്. ഈ 43-ാം വയസ്സിലും ക്രാക്ക് എന്ന് പറയുന്നത് എൻ്റെ ടിവിയുടെ പുറകെ ഇരിപ്പുണ്ട്. ക്രാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ നിങ്ങളൊന്ന് കണ്ടു. ആ 43-ാം വയസ്സിൽ ഈ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇദ്ദേഹം എന്ന് വിളിക്കും. കാരണം ഐ റെസ്പെക്ട് ഹിം എ ലോട്ട്. കാരണം ഈ മനുഷ്യൻ കളരിപ്പയറ്റ് എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാമോ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ പുള്ളിയുടെ ആവതും ശ്രമിച്ചിട്ടുണ്ട്. പുള്ളി ഒരു വേഗനാണ്. പുള്ളി സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതെത്ര പേർക്ക് അറിയാമെന്നറിയില്ല. നിങ്ങൾ ആ ചാനലൊന്ന് എടുത്തു നോക്കും. പുള്ളി ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള എന്തോരം വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ടെന്ന് അറിയാമോ? അതെങ്കിലും നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ നടൻ്റെ സിനിമ തിയേറ്ററിൽ പോയി മാക്സിമം കാണാൻ ശ്രമിക്കുക. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ഈ നടൻ്റെ ഫിലിമോഗ്രാഫി ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. സനക്ക് എന്ന് പറഞ്ഞ പടമുണ്ട്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമയുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ഒരു എയർക്രാഫ്റ്റിൻ്റെ ഒരു മൂവി ഉണ്ട്. ആ സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് സിനിമകൾ മനോഹരമായിട്ട് അഭിനയിച്ച ഒരു നടൻ കൂടിയാണ്. പിന്നെ ആക്ഷൻ ചെയ്യുന്നതിൻ്റെ വേറെ പ്രത്യേകത, പുള്ളി നമ്മുടെ ജയനെ പോലെയാണ്. ഒരു സിനിമക്ക് വേണ്ടി മരിക്കും. സ്റ്റണ്ടബിൾ യൂസ് ചെയ്യൂല. മാക്സിമം എല്ലാം പുള്ളി തന്നെ ചെയ്യും. മാക്സിമം ഗ്രാഫിക്സിൻ്റെ സഹായം ഇല്ലാതെ, വയറ് പോലും ഇല്ലാണ്ട് പുള്ളി എന്തൊക്കെ കാണിച്ചേക്കണേന്നറിയാമോ? ജോൺ അബ്രഹാം ഇവിടെ ഒരു ബൈക്ക് വെക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര ഇതായിട്ട് കാണും. അതേസമയം ജോൺ അബ്രഹാമിൻ്റെ കൂടെ തന്നെ അഭിനയിച്ച മനുഷ്യനാണ് ഇദ്ദേഹം ഇൻഡിവിജ്വലി ആയിട്ട് നായകനായിട്ട് വന്ന സിനിമകൾ ബോളിവുഡിൽ എത്ര പേര് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം എന്തൊക്കെ പൊക്കി, എന്തൊക്കെ ചാടി, എവിടെ കൂടെയൊക്കെ ചാടിയെന്ന് എനിക്ക് അത് പറയുമ്പോൾ തന്നെ തലാറും. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല. 43-ാം വയസ്സിൽ ഈ ഇന്ത്യയിലെ വേറെ ഒരു നടനും ഇത്രയും ചെയ്തിട്ടുണ്ടാവില്ല. അമ്മാതിരി ആക്ഷൻ സീക്വൻസസ് ആണ് പുള്ളി ചെയ്യുന്നത്. സ്വന്തം ലൈഫ് റിസ്ക് ചെയ്ത് ഒരു പടത്തിന് വേണ്ടി ചത്ത് മരിച്ച് അഭിനയിക്കുന്ന ആൾക്ക് വേണ്ടത്ര റെക്കഗ്നിഷൻ ബോളിവുഡ് കൊടുക്കുന്നില്ല. പോട്ടെ, ബോളിവുഡ് കൊടുക്കണ്ട, നമ്മുടെ നാട്ടിലുള്ളവർ കൊടുക്കണം എന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം പാലക്കാട്, നമ്മുടെ സ്വന്തം കേരളത്തിൽ പാലക്കാട് വന്ന് ഈ കളരിപ്പയറ്റ് പഠിച്ചു പോയി അഭ്യസിച്ച് അത് മാക്സിമം എൻഡോസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ മലയാളികളായ നമ്മൾ വേണം തിയേറ്ററിൽ പോയി കാണാമെന്ന് ഞാൻ പറയും. കാരണം ഇങ്ങനത്തെ പടം കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല. കാരണം അതിനകത്ത് എഡ്ജ് ഓഫ് ദ സീറ്റ് ലെവൽ ആക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഏത് സിനിമ പുള്ളി എടുത്ത് നോക്കിക്കോ, കിടില. സിനിമയുടെ അവസ്ഥ എന്തും ആയിക്കോട്ടെ, പുള്ളി ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. അമ്മാതിരി പെർഫോമൻസ് ആയിരിക്കും പുള്ളിയുടെ, എസ്പെഷ്യലി ആക്ഷൻ. കാരണം ഈസ് ആൻ ആക്ഷൻ സ്റ്റാർ. പുള്ളിയുടെ പണി എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. നമ്മുടെ പെപ്പയുടെ പടം നമ്മൾ എന്തിനാ കാണാൻ പോകുന്നത്? പെപ്പ ഇടിച്ച് കൂമ്പ് കലക്കുന്ന കാണാനാണ് നമ്മൾ പോകുന്നത്. അല്ല, പെപ്പയുടെ അഭിനയം അടിപൊളിയാണ്. എന്നാലും ഞാൻ പറയുന്നത്, പെപ്പ എന്തോരം സിനിമ അല്ലാത്ത രീതിയിൽ അഭിനയിച്ചു, അതൊക്കെ ആരെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്തില്ല. RDXൽ പെപ്പ ഒന്ന് ഇടിച്ച് കൂമ്പ് കലപ്പിക്കപ്പോൾ എങ്ങനെ ഉണ്ടായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ പെപ്പനെ നമ്മൾ കാണാൻ പോണ ഇടിക്കാണ്, ഇടി പെരുന്നാൾ കാണാനാണ് പോണത്. പെപ്പ ഇടിച്ച് കൂമ്പ് കലക്കുന്ന കാണാനാണ് നമ്മൾ പോണത്. അതേപോലെ തന്നെ ഈ മനുഷ്യന്റെ പടത്തിൽ നിങ്ങൾ കഥയും കുന്തവും നോക്കണ്ട, അതും ചില പടങ്ങളിലുണ്ട്. പക്ഷേ ഈ മനുഷ്യന്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇത്ര ആവേശത്തോടെ പറയും. കാരണം എൻ്റെ 10 ഇരട്ടി ആവേശത്തിലാണ് പുള്ളി അതിനകത്ത് ആക്ഷൻ ചെയ്യുന്നത്.
എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവൂല. വിദ്യുത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള, അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തരും നിങ്ങൾ ഈ കമന്റിൽ വന്നിടുന്നതെന്ന് എനിക്കറിയാം. ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ വേറെ ആരും കണ്ടില്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് കാണുമെന്ന് പറഞ്ഞവരെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ട്. കാരണം അത്ര അധികം ഫാൻസ് ഈ മനുഷ്യനുണ്ട്. പക്ഷെ എന്നിട്ടും ഈ മനുഷ്യന്റെ സിനിമകൾ വേണ്ടത്ര വിജയം കണ്ടെത്താതെ പോകുന്നു. എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബോളിവുഡിലെ നെപ്പോട്ടിസം തേങ്ങ മാങ്ങിയ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ വല്ല പൊളിറ്റിക്കൽ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ, ഇന്നർ പൊളിറ്റിക്സ് കൊണ്ടാണോ എന്താണെന്നറിയില്ല, പുറമേ നിന്നുള്ള ഒരു ആള് നടനായി വന്നിട്ട് അയാൾക്ക് വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടാതെ പോവുകയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ മലയാളികൾ ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ മനുഷ്യൻ അത്രത്തോളം മലയാളികളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ മനുഷ്യൻ്റെ അമ്മ മലയാളി ആണോ എന്ന് കൂടെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം പാലക്കാട് നമ്മുടെ കളരിപ്പയറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പം മലയാളി ആവാനാണ് ചാൻസ് എന്ന് വിചാരിക്കുന്നു. ജോൺ അബ്രഹാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്വന്തം കൊച്ചി പനമ്പള്ളി നഗറിൽ താമസിച്ചിരുന്ന ആളാണ്, വളർന്ന ആളാണ്. ആളുടെ തറവാട് വീടുന്നു ആലുവ അവിടെയൊക്കെയാണ്. ആ ജോൺ അബ്രഹാം നമ്മൾ എന്തോരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധൂം എന്നുള്ള സിനിമ ഉണ്ടാക്കിയ കോളിലൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് വന്ന് ഹൃത്തിക്ക് വേറെ ലെവലായിരുന്നു. തേർഡ് പാർട്ട് അമീറാണ്ട് മാത്രമേ കണ്ടത്. പക്ഷെ എനിക്ക് വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതേ പറയണത് ഒരു ഫ്രാഞ്ചൈസ് ഉണ്ടാക്കിയെടുത്താണ്. ധൂമിൽ വില്ലനായിരുന്ന ജോൺ അബ്രഹാം നമ്മൾ എന്തോരം പേര് സപ്പോർട്ട് ചെയ്തു, എന്തോരം ജോൺ അബ്രഹാമിന്റെ പടം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ സപ്പോർട്ട് നിങ്ങൾ, ജോൺ അബ്രഹാമും ഒരു മോഡലായിട്ട് പിന്നീട് എന്താണ് സിനിമയിലേക്ക് വന്ന ആളാണ്. ഇദ്ദേഹം ഒരു മോഡലായിട്ട് കളറിപ്പയറ്റ് അഭ്യസിച്ച് സിനിമയിൽ വന്ന ആളാണ്. ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ആ സപ്പോർട്ട് നമ്മൾ നൽകുന്നില്ല? നമ്മൾ നൽകണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ആർമി ഓഫീസറായിരുന്നു. എന്താണ് പുള്ളി ഒരു സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം. നിങ്ങൾ യൂട്യൂബ് ഇപ്പം തന്നെ എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന ഒന്ന് പോസ് ചെയ്യും. യൂട്യൂബ് എടുക്ക്, ക്രാക്ക് എന്ന് പറഞ്ഞത് ആ സിനിമയുടെ ട്രെയിലർ ഒന്ന് കണ്ടുനോക്ക്. അർജുൻ നാംബാൽ, നമ്മുടെ റോക്കോളിനൊക്കെയുള്ള മച്ചാണ് അർജുൻ നാംബാൽ. അജ്നബിയൊക്കെ അഭിനയിച്ച വേറെ ലെവല് മച്ചാണ് അർജുൻ നാംബാലാണ് ഇതിലെ വില്ലൻ. നിങ്ങൾ അതിൻ്റെ പിന്നെ നൂറ ഫത്തേരി, നമ്മുടെ ഐറ്റം ഡാൻസ് ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്ന നൂറ ഫത്തേരി ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഇതിൻ്റെ ഒരു ട്രെയിലർ കണ്ടു. പുള്ളി കാണിക്കണം കണ്ടതല്ല, വാ പൊളിച്ചിരുന്നു. ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വാ പൊളിഞ്ഞു വരും. പുള്ളിയുടെ ഏത് സിനിമ ഉണ്ടായാലും നമ്മൾ വാ പൊളിയും. ഞാൻ പറയുന്നത് കമാൻഡോയിൽ ഒരു സീനുണ്ട്. നിങ്ങൾ ഇന്നത്തെ സിനിമയിൽ പുലിമുരുകനിൽ ഉൾപ്പെടെ കണ്ട ഒരു ഫൈറ്റ് സാധനം ഉണ്ട്. അതായത് കാലിങ്ങനെ രണ്ടും കൂടി എന്താണ് തലയുടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആളെ മറിച്ചിരുന്നത്. അത് കൊണ്ടുവന്നത് ഇന്ത്യൻ സിനിമയെ കൊണ്ടുവന്നത് ഈ മച്ചാനാണ്. അത് ചെയ്തേക്കണം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവിടെ ലാലേട്ടൻ അത് ചെയ്തപ്പോൾ എല്ലാവരും ആർപ്പ് വിളിച്ച്. നിങ്ങൾ ഈ മച്ചാനെ ചെയ്തൊന്ന് കണ്ടു നോക്ക്. ഇപ്പം മനസ്സിലാവും എന്ത് ലെവലാണെന്നുള്ളത്. സ്റ്റണ്ടബിളൊന്നും ഇല്ലാതെ, വയറുകളൊന്നും ഇല്ലാണ്ട്, ഒന്നുമില്ലാതെ ചെയ്ത സാധനം. നിങ്ങൾ കമാൻഡോ ആണ് ഇദ്ദേഹത്തിന് രണ്ടാമത് ഇറങ്ങിയ സിനിമ. നായകനായിട്ട് ആദ്യമായിട്ട് ഇറങ്ങിയ സിനിമ. ഫസ്റ്റ് പടം വില്ലനായിട്ടായിരുന്നു ഫോഴ്സിൽ. ഒരുപാട് സിനിമകളുണ്ട്. നിങ്ങൾക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഈ മനുഷ്യൻ്റെ സിനിമകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പം മനസ്സിലാവും വാട്ട് ആൻ അണ്ടർ റേറ്റഡ് ആക്ടർ ആൻഡ് ആക്ഷൻ സ്റ്റാർ ഹീയേഴ്സ് എന്നുള്ളത്. അത്ര ചത്തു മരിച്ചാണ് ഈ മച്ചാൻ സിനിമ അഭിനയിക്കുന്നത്. ചത്തു മരിച്ച് ജീവൻ പണയം വെച്ചാണ് പടം അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇദ്ദേഹത്തിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ വലിയ ആഗ്രഹം തന്നെയായിരുന്നു. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. പക്ഷേ എന്താണ്, ലെറ്റ് ഹിസ് ആക്ഷൻസ് സ്പീക്ക് മോർ ദാൻ മൈ വേർഡ്സ് എന്ന് ഞാൻ പറയുന്നു. കാരണം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പുള്ളിയുടെ എന്താണ്, ഞാൻ കുറച്ച് റെക്കമെൻഡേഷൻസ് ഈ വീഡിയോയുടെ താഴെ പിൻ കമൻ്റ് ആയിട്ട് ഇട്ടേക്കാം. ഒന്ന് കണ്ടു നോക്കുക. ആ സിനിമ ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിൽ വേണം കാണാൻ. ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള അനുഭവം നിങ്ങളൊന്ന് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളത്. ഈ ക്രാക്ക് എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന ഫെബ്രുവരി 23 തിയേറ്ററിൽ വരും. ഞാൻ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ കാണും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ആസ് എ പ്രേക്ഷകൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ നടൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണും. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പോയി കാണും. അതിപ്പോൾ ഷോ എത്ര ലേറ്റ് ആയിട്ടുള്ളതാണെങ്കിലും അത്യാവശ്യം നല്ലൊരു തിയേറ്ററിൽ തന്നെ ഞാൻ എന്തായാലും പോയി ഷോ കാണും. ഈ സിനിമയ്ക്ക് എത്ര ഷോ ലഭിക്കുന്നു പോലും എനിക്കറിയില്ല. അത് കൊച്ചിയിൽ ഇറങ്ങുമെന്ന് പോലും എനിക്കറിയില്ല. ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കുറേ നാളായിട്ട് ഈ വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പ്ലീസ്, ഡിസർവ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക പ്ലീസ്. ആസ് എ എന്താ പറയുക, ഫിലിം ലവർ ഞാൻ റിക്വസ്റ്റ് ചെയ്യണേ. എൻ്റെ ഈ ഫീലിംഗ് എന്താണെന്ന് ഇദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവും. അവരൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് വിടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഞാൻ ചെയ്തു എന്നുള്ളത്. വിദ്യുത് ജാംവാൽ എന്ന് പറഞ്ഞ നടനെ അറിയാൻ പാടാത്തവർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണേണ്. ഇങ്ങനെ ഒരു നടൻ ഇവിടെ ഉണ്ട്.
ഇങ്ങനൊരു നടൻ്റെ സിനിമ നിങ്ങൾ കണ്ടിരിക്കണം. അത്ര ഡെഡിക്കേഷനോടെ സിനിമ ചെയ്യുന്ന ഒരു നടനാണ്, ആക്ഷൻ ചെയ്യുന്ന നടനാണ്. വീണ്ടും ഞാൻ പറയാണ്, ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആക്ഷൻ സ്റ്റാർ ഓഫ് ഇന്ത്യ ആണ്. ഒന്ന് കണ്ടു നോക്കും ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രേ ഉള്ളൂ, ഞാൻ കൂടുതൽ വലിച്ചു നീട്ടിക്കുന്നില്ല. എന്തായാലും എൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, അതായത് ഇങ്ങനെ ഒരു നടൻ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു നടൻ്റെ സിനിമകൾ നിങ്ങൾ കാണണം എന്നുള്ള റിക്വസ്റ്റ് കൂടിയായിട്ട് ഞാൻ വന്നതാണ്. എന്തായാലും ഈ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ അടിയിൽ റെക്കമെൻഡേഷനായിട്ട് ഇടാം, ഒന്ന് കണ്ടു നോക്കാം. ഇത്രേ ഉള്ളൂ. ബൈ ബൈ.